Okay. So good morning. So today we will start one very important device which is moving coil galvanometer. നമ്മൾ ഷോർട്ട് ഫോമിൽ ഇനി MCG എന്നേ പറയുള്ളൂ കേട്ടോ. MCG എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് ഫുൾ വായിക്കേണ്ടത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ആണ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ ഹെഡിങ് അങ്ങനെ എഴുതി വയ്ക്കാം. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സെന്റൻസ് ആദ്യം എഴുതാം. എന്താണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് എ ഡിവൈസ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി ഫീബിൾ കറൻറ്റ്സ്. ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാമല്ലോ, നമ്മൾ പഠിച്ചു. ഹൗ ടു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാമല്ലോ, റേഞ്ച് കൂട്ടാൻ നമ്മൾ പറഞ്ഞു. അതുമാതിരി മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ ആസച്ച് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഗാൽവനോമീറ്റർ എന്ന് പേര് വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിത് പോയിൻ്റർ ടൈപ്പ് ഗാൽവനോമീറ്റർ ആണ്. എന്താ, അത് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിനെ അമ്മീറ്ററായിട്ട് ഷണ്ട് റെസിസ്റ്റൻസ് പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിനെ അമ്മീറ്ററായിട്ട് യൂസ് ചെയ്യാം. അതർവൈസ് ഇത് ഒരു ഗാൽവനോമീറ്ററിൽ കറണ്ട് ഒരു സർക്യൂട്ടിൽ ഉണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റും. കറണ്ടിൻ്റെ പ്രസൻസ് പറയാൻ വേണ്ടി മാത്രമേ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുള്ളൂ. അതർവൈസ് ആ കൺവെർഷൻ ചെയ്യാൻ പറ്റണം, പാരലൽ കോമ്പിനേഷൻ ഒക്കെ ചെയ്ത് കൺവെർഷൻ ചെയ്യാൻ പറ്റണം. അപ്പം ആസച്ച് ഇതൊരു കറണ്ട് മെഷറിംഗ് ഡിവൈസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതേമാതിരി ഇതിനേക്കാൾ സെൻസിറ്റീവായ ഡിവൈസാണ് MCG. ഇതിൽ നമ്മൾ നമ്മൾ സാധാരണ അമ്മീറ്ററിൽ എങ്ങനെയാണ് റീഡിങ്, ഒരു ഓർഡിനറി അമ്മീറ്റർ, ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത് ഓർഡിനറി അമ്മീറ്റർ. ഇതിൽ എങ്ങനെയാണ് റീഡിങ്? ഇതിൽ 1 വരെ ഉണ്ട്, 1 ആംപിയർ വരെ ഉണ്ട്, 1 ആംപിയർ വരെ. ഇനി ഇതിൽ മില്ലി ആംപിയർ എന്ന് എഴുതിയേക്കണമെന്ന് വിചാരിക്കുക, MA എന്ന് എഴുതിയേക്കണമെന്ന് വിചാരിക്കുക. A എന്ന് എഴുതിയ സ്ഥലത്തിൻ്റെ ഇപ്പുറത്ത് ഒരു ചെറിയ M കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മില്ലി ആംപിയർ, അല്ലെങ്കിൽ മ്യൂ എന്നുണ്ടെങ്കിൽ മൈക്രോ ആംപിയർ. അങ്ങനത്തെ ഉണ്ട്, പോയിൻ്റർ ടൈപ്പ് അമ്മീറ്റർ അങ്ങനത്തെ ഉണ്ട്. മൈക്രോ ആംപിയറിൽ അളക്കാവുന്ന പോയിൻ്റർ ടൈപ്പ് ഇതേമാതിരി അമ്മീറ്റർ ഉണ്ട്. മില്ലി ആംപിയറിൽ കറണ്ട് മെഷർ ചെയ്യാവുന്ന പോയിൻ്റർ ടൈപ്പ് അമ്മീറ്റർ ഉണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം സെൻസിറ്റീവായ ഒരു ഡിവൈസ്. ചെറിയൊരു കറണ്ട് വരെ ആ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ റീഡ് ചെയ്യും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇതിപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നിന്ന് ആ ടേബിളിലേക്ക് കൊണ്ടുപോകാം, അവിടെ വെച്ച് ഒരാൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാം. ഇത് കംഫർട്ടബിളി നമ്മൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാം. അത് കംഫർട്ടബിളി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഈ പോയിൻ്റർ ടൈപ്പ് ഗാൽവനോമീറ്റർ ആയാലും അമ്മീറ്റർ ആയാലും വോൾട്ട്മീറ്റർ ആയാലും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമല്ല. കാരണം അതൊരു ചുമരിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കാം. ഇതാണ് ഒരു ഭിത്തി തുളച്ചിട്ട് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കാം. അത് എന്തിനാണ് അങ്ങനെ ചെയ്തേക്കണമെന്ന് ചോദിച്ചാൽ, അങ്ങനെ എപ്പോഴും എടുത്ത് ഇതുമാതിരി കൈകാര്യം ചെയ്യുന്നവരൊക്കെ ചെയ്താൽ അത് പെട്ടെന്ന് ഡാമേജ് ആവും. ഹൈലി സെൻസിറ്റീവാണ്. അത് എവിടെയാണ് സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ഭിത്തിയുടെ തിക്നെസ് ആണ് ഒരു ഇഷ്ടികയുടെ നീളം. ഇതാണ് ഭിത്തിയുടെ തിക്നെസ്. ഏതാണ്ട് ഒരു 20 സെൻറ്റിമീറ്റർ വരും. ഒരു 15 സെൻറ്റിമീറ്റർ എന്തായാലും വരും. ഒരു 15-20 സെൻറ്റിമീറ്റർ കനമുള്ള ഒരു ഭിത്തി എടുത്തിട്ട് ആ ഭിത്തി തുരന്നെടുത്തിട്ട് ആ ഭിത്തി കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് ആ ഭിത്തി കുറേ തുളച്ച് അത് സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ അകത്താണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉപകരണത്തിൽ ആ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ വെച്ചിട്ട് നമ്മൾ ലാബ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അതിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുപോകാമല്ലോ, എടുത്തുകൊണ്ട് പോകാമല്ലോ. നമുക്ക് അവിടെ ഇരുന്നാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങോട്ട് കൊണ്ടോ, അവിടെ ഇരുന്ന് ചെയ്യാൻ അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ. പക്ഷെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളിൽ, ലാബ് എക്സ്പെരിമെൻറ്റ്സിൽ വി ഹാവ് ടു റീച്ച് ടു ദി MCG വിച്ച് ഇസ് സെറ്റ് സംവെയർ ഓൺ എ വാൾ. അധികം സ്ഥലമൊന്നും വേണ്ട. ഒരു ഭിത്തി തുരന്നെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്ഥലമൊന്നും വേണ്ട. ഞാനിപ്പോൾ വരയ്ക്കാം. ഭിത്തി തുരന്നെടുത്തിട്ട് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ പോർഷൻ മുറിച്ചെടുക്കുന്നുണ്ട്. അത്ര ഇഷ്ടി എടുത്ത് കളഞ്ഞിട്ട് ഹോളാക്കാൻ പാടില്ല. ബാക്ക് സൈഡ് എന്താ കവേർഡ് ആയിരിക്കണം. അപ്പോൾ ഒരു കുറച്ച് പീസ് കട്ട് ചെയ്ത് കളഞ്ഞൊരു ചെറിയ ഒരു ക്യാവിറ്റി മാതിരി ഒരു സ്ക്വയർ ഷേപ്പിലുണ്ടാക്കി. അപ്പോൾ അത് ഞാൻ അത് മനസ്സിൽ വെച്ചോളാം കേട്ടോ. ഇതിനകത്താണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് ഈ വരച്ചേക്കുന്നത്. ഇതൊരു ഹോഴ്സ് ഷൂ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളുമാണ്. അങ്ങനത്തെ 2 പോൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് എവിടെയാണിതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയാണ് ഹോഴ്സ് ഷൂ മാഗ്നറ്റിരിക്കുന്നത്. ഇങ്ങനെയാണ്. അതിൻ്റെ നോർത്ത് പോൾ ഇതെന്ന് വിചാരിച്ചോളൂ, സൗത്ത് പോള്. ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ഫീൽഡ് ഉണ്ട്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ക്യാപിറ്റൽ B, ടെസ്ല. അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ആ ഭിത്തി തുറന്നെടുത്തിട്ട് ആ ഭിത്തിയുടെ ഉള്ളിൽ തുറന്നെടുത്തേക്കണ ആ പോർഷനിൽ
ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ വയ്ക്കും. ആ കട്ടൗട്ട് പോർഷനിൽ ഇവിടെയാണ് ഞാൻ കട്ടൗട്ട് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ഈ ഭിത്തിയിലാണെങ്കിൽ ഇങ്ങനെ വയ്ക്കുക, മാഗ്നറ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫീൽഡ് എനിക്ക് പറയാൻ പറ്റും. ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പറയാൻ പറ്റും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാഗ്നറ്റ് സെറ്റ് ചെയ്യും. ഏത് മാഗ്നറ്റാണ്? പോൾഷനും മാഗ്നറ്റ്. അതിൻ്റെ എത്ര പോൾസ്? നോർത്തും സൗത്തും പോൾസ്. അപ്പോൾ ഒരു ഫീൽഡ് അവിടെ നിന്ന് എവിടേക്ക്? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്. അതാണ് വരച്ചത്. ഇനി ആ തുരന്നെടുക്കുന്ന ഭിത്തിയുടെ റൂഫ് ഇമാജിൻ ചെയ്യാം. തുരന്നെടുക്കുന്ന ഭിത്തിക്ക് എത്ര സൈഡ് ഉണ്ടാവും? ഞാൻ പറഞ്ഞു ബാക്ക് സൈഡ് ആണ്. തുളച്ച് ഭിത്തി മുഴുവൻ തുളച്ച് ഹോളാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഹോളായിപ്പോയി അതിന് ബാക്ക് സൈഡ് എന്തെങ്കിലും ഒരു കാർഡ്ബോർഡോ വെച്ച് അടച്ചു കളയണം. അപ്പോൾ ഈ സൈഡ് തുറന്നിരിക്കണം. നമ്മൾ തുരന്നെടുക്കുന്ന ഭാഗം തുറന്നിരിക്കണം. അപ്പോൾ എത്ര സൈഡ് ഉണ്ടാവും എന്ന് പറയാമോ? അങ്ങനെ ഒരു കട്ടൗട്ട് പോർഷൻ 5 സൈഡ്. ടോപ്പ് സൈഡ്, ബോട്ടം സൈഡ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് തുറന്നല്ലേ ഉണ്ട്. ആ ഫ്രണ്ട് സൈഡ് കൂട്ടി 6 സൈഡ്. ഫ്രണ്ട് സൈഡിൽ ഒരു അടപ്പൊക്കെ വശം നമ്മൾ അടയ്ക്കും. അപ്പോൾ 6 വശം കൂട്ടി ഒരു ജനൽ അടയ്ക്കുന്ന മാതിരി നമ്മളിങ്ങനെ അടയ്ക്കും. ചെറിയൊരു വിൻഡോ ടൈപ്പാണ്. അത് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഈ പറയുന്ന ഹോൾഷൂ മാഗ്നറ്റ് കാണാം. ഒരു കോയിൽ തൂക്കിയിട്ടേക്കണ കാണാം. അപ്പോൾ ആ 6 വശങ്ങൾ ആ കട്ടൗട്ട് പോർഷൻ്റെ ടോപ്പ് സൈഡ് എന്ന് പറഞ്ഞാൽ റൂഫ് ഓഫ് ദി കട്ടൗട്ട് പോർഷൻ. ബോട്ടം സൈഡ് മനസ്സിലാക്കണം. ബാക്ക് സൈഡ് കവേഡാണ്. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് അത് ആ ഭിത്തിയുടെ ഭാഗം തന്നെയാണ്. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ടാകും. ഗ്ലാസ് വിൻഡോ ഓപ്പൺ ചെയ്താൽ ഞാൻ ഈ പറയുന്ന യു ഷേപ്പുള്ള മാഗ്നറ്റ് കാണാം. ആ മാഗ്നറ്റിൻ്റെ ഇടയ്ക്കുള്ള ഈ സ്പേസിൽ ഒരു ഫീൽഡുണ്ട്. ആ ഫീൽഡിൽ എത്രയോ ടെസ്ല ബി നമ്മൾ എഴുതും, ക്യാപിറ്റൽ ബി. അത്രയും ടെസ്ല ഫീൽഡിൽ ഒരു കോയിലിനെ ഹാങ് ചെയ്യിക്കാൻ പോകണം. എവിടെ നിന്ന് ഹാങ് ചെയ്യും? ആ കട്ടൗട്ട് പോർഷൻ്റെ റൂഫിൽ നിന്ന് ഹാങ് കാണിക്കാം കേട്ടോ. ഇതാണ് ആ കട്ടൗട്ട് പോർഷൻ്റെ റൂഫ് എന്ന് വിചാരിക്കട്ടെ. അവിടെ നിന്ന് നമ്മൾ ഹാങ് ചെയ്യുന്നതിനാന്ന് വെച്ചാൽ ഒരു ചെറിയ ഫൈബർ വെച്ചിട്ടുണ്ട്. ഫോസ്ഫർ ബ്രോൺസ് എന്ന് ഞാനോട് എഴുതുന്നുണ്ട് കേട്ടോ. കെമിസ്ട്രി പഠിക്കുന്ന ഫോസ്ഫർ ബ്രോൺസ് ഒരു അലോയാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും വരണേന്ന് അറിയില്ല. ഫോസ്ഫർ ബ്രോൺസ് ഒരു അലോയാണ്. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ഞാൻ ഇതിൻ്റെ സസ്പെൻഷൻ വയറായി യൂസ് ചെയ്യാൻ പോകുന്നത്. ഓരോ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം അത് അത്രയും പഠിച്ചു കഴിയുമ്പോൾ ഇത് അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സസ്പെൻഷൻ ഫൈബർ വെച്ചിട്ട് നമ്മളിതിനെ തൂക്കിയിടും. ആരെ തൂക്കിയിടുന്നു? നേരത്തെ കഴിഞ്ഞ ദിവസം തിയറിയിൽ പഠിച്ച റെക്ടാങ്കുലർ കോയിൽ ഉണ്ടല്ലോ, ആ റെക്ടാങ്കുലർ കോയിലിനെ ആ സസ്പെൻഷൻ ഫൈബർ വെച്ചിട്ട് ഹാങ് ചെയ്യും. അപ്പം ഞാനിവിടെ ഇതിങ്ങനെ കാണിക്കാം. ആ റെക്ടാങ്കുലർ കോയിൽ ഞാൻ ഇതിങ്ങനെ കാണിക്കാം. ഫിഗറിൽ ഇങ്ങനെ കാണിച്ചാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആക്ച്വൽ 3 ഡയമെൻഷനായ ഒരു ഇമാജിനേഷൻ. ഞാനിങ്ങനെ ഉള്ളിലേക്ക് എനിക്ക് ലൈൻസ് വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഓരോ ചുറ്റുകളാണ് ഈ കാണിച്ചേക്കണേ. ഓരോ ചുറ്റുകളുടെ ഏരിയ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് ഈ പടം കണ്ടാൽ തോന്നും. പക്ഷേ അങ്ങനെയല്ല. എല്ലാ ചുറ്റുകൾക്കും ഒറ്റ ഏരിയ തന്നെയാണ്. ഇതൊക്കെ മതിയാക്കാം നമുക്ക്. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, എസ് എന്നൊന്ന് എഴുതാം. ഇത് ആ കട്ടൗട്ട് പോർഷൻ്റെ ബേസാണ്. അവിടെ ക്ലാമ്പ് ചെയ്യും, നമ്മൾ വലിച്ചവിടേക്ക് ക്ലാമ്പ് ചെയ്യും. ഇവിടെ ആ റൂഫിലൊരു ചെറിയ ആണി പോലെ നിൽക്കുന്നൊരു സംഭവം ഉണ്ടാവും. അതിന്മേന്നാണിത് ഹാങ് ചെയ്യുന്നത്. ഇതാണ് ആ റൂഫ്. ഈ പോർഷനെ ഞാൻ T1 എന്തെങ്കിലും എഴുതാം. ടെർമിനൽ എന്ന് എന്തെങ്കിലും പറഞ്ഞോളൂ. ഈ പോർഷനെ ഞാൻ T2 എന്ന് എഴുതാം. T1 T2ൻ്റെ ഇടയ്ക്ക് വലിച്ച് വെർട്ടിക്കലായ പ്ലെയിനിൽ നിർത്തിയിരിക്കുന്ന സ്പ്രിങ് ഷേപ്പ്, സ്പ്രിങ്ങിൻ്റെ ഒരു എഫക്റ്റ് പോലത്തെ. എന്താ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത? നമ്മൾ റീഫിലൊക്കെ ഇടുന്ന സ്പ്രിങ് ഒരു ചുറ്റ്, അതിൻ്റെ ഏരിയ തന്നെയാണ് അടുത്ത ചുറ്റിനും. പക്ഷെ അത് ഒരു ടേണിൻ്റെ മുമ്പിലല്ലേ അടുത്തത്. അടുത്ത ടേൺ അതിൻ്റെ മുമ്പിലല്ലേ. അത് വട്ടത്തിലാണെന്ന് മാത്രം, ഇത് ചതുരത്തിലാണെന്ന് മാത്രം. ഈ കോയില് വട്ടത്തിലല്ല ഇരിക്കുന്നത്, റെക്ടാങ്കിളാണെന്ന് മാത്രം. നമ്മുടെ റീഫിലിടുന്ന സ്പ്രിങ് എന്ന് പറയുന്നത് റൗണ്ടാണ്. അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചാൽ ഒരു ടേണിൻ്റെ ഏരിയ തന്നെയല്ലേ അടുത്തതിൻ്റെ ഏരിയ. ഇങ്ങനെ കയറി വരുന്നതല്ലേ ഉള്ളൂ ഓരോ ചുരുളുകൾ. എല്ലാ ചുരുളുകൾക്കും ഒരേ ഏരിയ ആണല്ലോ. ഒരു സർക്കിളിൻ്റെ ഏരിയ തന്നെയല്ലോ അടുത്ത സർക്കിളിൻ്റെ ഏരിയ. അങ്ങനെ തന്നെ ഇത്. അപ്പോൾ ഒരു പക്ഷേ ഉള്ളിലേക്ക് കയറ്റി വരയ്ക്കാൻ പറ്റുള്ളൂ. ബോർഡിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. പേപ്പറിലായാലും ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ദിസ് ഈസ് ദി ഫസ്റ്റ് ടേൺ, ദിസ് ഈസ് ദ സെക്കൻഡ് ടേൺ, തേർഡ് ടേൺ. അങ്ങനെ 1, 2, 3, 4 ചുറ്റുകൾ ഉദ്ദേശിച്ചാൽ വരച്ചത്. അപ്പോൾ 4 ചുറ്റുകൾ ഇങ്ങനെ സ്പ്രിങ് മാറി ഒന്നിന് മുമ്പിൽ ഒന്നിലേക്ക് ഇരിക്കും.
അത് എവിടെയാണ് ഹാങ് ചെയ്ത് കിടക്കുന്നത്? ബിറ്റ്വീൻ ദ ടു പോൾസ് ഓഫ് എ ഹോഴ്ഷൂ മാഗ്നറ്റ്. എവിടെ നിന്നാണ് ഹാങ് ചെയ്തേക്കുന്നത്? ഫ്രം ദ റൂഫ്. റൂഫിൽ എന്തുണ്ട്? ഒരു ടെർമിനൽ ഉണ്ട്, T1. ആ ടെർമിനലിൽ അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചേക്കാം. ഈ ഫൈബറിൻ്റെ പേരെന്താ? ഫോസ്ഫർ ബ്രോൺസ് ഫൈബർ. അത് കറണ്ട് കാരിയർ ആണോ? അതെ. ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് ആണ്, ഐ മീൻ അലോയ് ആണ്. അപ്പോൾ അതിൽ പല മെറ്റൽസ് ഉണ്ടാവും, അതെല്ലാം കണ്ടക്ടേഴ്സാണ്. അപ്പോൾ ഈ ഫോസ്ഫർ ബ്രോൺസ് ഫൈബറിൻ്റെ പ്രത്യേകതയാണ് അതിന് നല്ല റിജിഡിറ്റി ഉള്ള ഒരു ഫൈബറാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫൈബർ തന്നെ യൂസ് ചെയ്യാൻ കാരണം. എന്ന് വെച്ചാൽ അതിന് ട്വിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയും. ഈ ഫോസ്ഫർ ബ്രോൺസ് ഫൈബറിന് നല്ല റിജിഡിറ്റി ഉണ്ട്, റിജിഡ് ഫൈബർ ആയിരിക്കും, പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകാൻ പാടില്ല. കാരണം ഇതിൽ കറണ്ടൊക്കെ ഇനി പാസ് ചെയ്യാൻ വേണം. കറണ്ട് പാസ് ചെയ്യുന്നത് കറണ്ട് ക്യാരിങ് കോയിലാണ്. ഇതിൻ്റെ പാർട്സ് ഏതാണ്ട് പറഞ്ഞു ചെയ്താണ്. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ആൻ MCG എന്ന് ചോദിച്ചാൽ എന്തെഴുതും? There is a powerful magnetic field between the two poles of a horseshoe magnet which is set inside a wall, and the magnet is set in a horizontal plane, and in between the two poles of that magnet we have a coil of rectangular അല്ലെങ്കിൽ സ്ക്വയർ ആയാലും കുഴപ്പമില്ല, വട്ടത്തിലായ ശരിയാവില്ല, അതിൻ്റെ റീസണിലേക്ക് വരാം. rectangular or square shaped coil having n number of turns. ഇവിടെ 3-4 ടേൺസ് വരച്ചു, n number of turns. അതെങ്ങനെ ഹാങ് ചെയ്യണമെന്ന് കൂടി പറയണം. ദാറ്റ് ഹാങ്ങിങ് ഈസ് ബീങ് ഡൺ ഫ്രം ദ ടെർമിനൽ T1 വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ദി ടോപ്പ് സൈഡ് ഓഫ് ദി കട്ടൗട്ട് പോർഷൻ ഓൺ ദ വാൾ. ദ അതർ സൈഡ്, ദ അതർ എൻഡ് ഓഫ് ദ കോയിൽ ഇസ് കണക്റ്റഡ് ടു എ സ്പ്രിങ്. സാധാരണ സ്പ്രിങ്, ആ റീഫില്ലൊക്കെ ഇടുന്ന സ്പ്രിങ് ആയിരിക്കും സ്പ്രിങ്. അതിനകത്ത് വലിഞ്ഞു നിൽക്കാനാണ്. അപ്പോൾ എങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ആ കോയില് ഈ അതിനകത്ത് നിൽക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഫോസ്ഫർ ബ്രോൺസ് ഫൈബർ ഇങ്ങനെ വരുന്നത്. ഇതാണ് ആ റൂഫ് ഓഫ് ദി കട്ടൗട്ട് പോർഷൻ. ഇതാണ് n നമ്പർ ഓഫ് ടേൺസ് പറയാവുന്ന റെക്ടാംഗുലർ കോയിൽ. ആ കോയിലിൻ്റെ അറ്റം നേരെ കൊടുക്കുന്നത് സ്പ്രിങ്ങിലേക്കാണ്. ആ സ്പ്രിങ് നേരെ ആ ബേസ് ഓഫ് ദ കട്ടൗട്ട് പോർഷൻ, ആ തുറന്നെടുത്ത ആ പോർഷൻ്റെ ബേസ്, 6 വശങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസ്, ആ ബേസിലേക്കാണ് വലിച്ചു കെട്ടിയത്. T2 എന്ന ഒരാണിയിലേക്ക് വലിച്ചു കെട്ടിയാലും മതി, മുകളിൽ ഒരാണിയായാലും മതി. അങ്ങനെ ഇനി കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി T1 T2 തമ്മിൽ ഒരു സെല്ല് കണക്ട് ചെയ്യും. അപ്പം നമ്മളിനി ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പുറത്തേക്ക് ഈ T1-ൽ നിന്ന് പുറത്തേക്ക് ഒരു കണക്റ്റിംഗ് വയർ ഇങ്ങനെ എടുത്ത് കിടപ്പുണ്ടാവും. നമുക്ക് ലാബിൽ ചെല്ലുമ്പോൾ തന്നെ തന്നിട്ടുണ്ടാവും. ഈ T2-ൽ നിന്നും അങ്ങനെ തന്നെ T2 എന്ന ടെർമിനൽ, അതൊരു ടെർമിനലായി അതേമാതിരി കാണിച്ചാലും മതി, ജസ്റ്റ് ഇങ്ങനെ ഒരു ടെർമിനലായിട്ട് കാണിച്ചാലും അവിടേക്ക് നമ്മളൊരു വയർ, അവിടെ നിന്നൊരു വയറെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ ടേബിളിൽ ഒരു സെല്ലങ്ങ് സെറ്റ് ചെയ്യും, കറണ്ട് കാരിയറായി. ആര് ഒരു കീയൊക്കെ വേണമെങ്കിൽ വയ്ക്കാം, എവിടെയെങ്കിലും ഒരു കീയൊക്കെ വയ്ക്കാം, കീ ക്ലോസ് ചെയ്യാം. കറണ്ട് കാരിയറായി. ആര് കറണ്ട് കാരിയറായി? ഞാൻ ഈ പറയുന്ന റെക്ടാങ്കുലർ കോയിൽ കൂടി കറണ്ട് ഇങ്ങനെ കയറും, ഇങ്ങനെ കറണ്ട് കയറും. ഈ കറണ്ട് ഇതിൽ താഴേക്ക്, ഇവിടുത്തെ കറണ്ട് ലെഫ്റ്റിലേക്ക്, ഇതിലെ കറണ്ട് മുകളിലേക്ക്, അടുത്ത ചുറ്റിലേക്ക് കയറുമ്പോൾ ഇത് വലത്തോട്ട്, അടുത്ത ചുറ്റിലെ ഇവിടെ താഴേക്ക് തന്നെ, ഒന്നിൽ താഴേക്കാണെങ്കിൽ അടുത്തതിലും താഴേക്ക് വരണല്ലോ. ഇത് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഈ കറണ്ട് ലെഫ്റ്റിലേക്ക്, അടുത്ത ട്രെയിനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ കറണ്ട് മുകളിലേക്കാണെങ്കിൽ അടുത്ത ഭാഗത്ത് മുകളിലേക്ക് തന്നെ, അഗൈൻ ഇവിടെ റൈറ്റിലേക്ക്, എക്സെട്ര എക്സെട്ര. പിന്നെ കറണ്ട് പാസ് ചെയ്യും. ഇത് എവിടെ എത്തിയിട്ടോ കറണ്ട്? കറണ്ട് ഇതിലൂടെ എത്തി. ആ കറണ്ട് അടുത്ത ചുറ്റിലും പാസ് ചെയ്യുമ്പോൾ 50 ചുറ്റുകളൊക്കെ ഉണ്ടാകും മിക്കവാറും. ഞാനും 3-4 വരച്ചോളൂ. 50 ചുറ്റുകളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് സ്പ്രിങ് വഴി അത് നെഗറ്റീവ് ഓഫ് ദി സെല്ലിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ ഈ കോയിലിനെ ഒരു കറണ്ട് ക്യാരിയിങ് കോയിലാക്കി തീർക്കാൻ കഴിയും. നമ്മൾ പഠിച്ച തിയറിയാണ്. എ കറണ്ട് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് will experience a torque given by the equation tau equal to NIAB. അല്ലേ പഠിച്ചു? ഇത് ഫോർമുല അല്ലേ പഠിച്ചു? NIAB. ടോർക്ക് tau equal to NIAB. N turns, number of turns N, I current, A area of the coil, B magnetic field intensity in Tesla. Between the two poles of the magnet, whatever എത്ര ടെസ്ല ഫീൽഡ് ഈ നോർത്ത് പോളിലേക്കോ സൗത്ത് പോളിലേക്കോ വരയ്ക്കാവുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്ര ടെസ്ലയാണോ അത് നമ്മുടെ ഫോർമുലയിൽ കൊണ്ടുവരും, B ടെസ്ല. അപ്പോൾ അതിൻ്റെ പാർട്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിംഗ് കോയിൽ കാലോമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിങ്. അതിൻ്റെ ഉപയോഗം തുടങ്ങി പറയണം. പ്രിൻസിപ്പിൾ ചോദിച്ചാൽ എന്തിനു ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് അതിലേക്ക് വരണം.
Moving coil galvanometer is a device, a very sensitive device used for measuring very feeble currents, very weak current of the order of microampere or nanoampere. 10⁻⁻⁶ ampere. അതിലും ചെറുത് 10⁻⁹ ampere, nanoampere, picoampere, 10⁻12 ampere. അങ്ങനെ മില്ലി ആമ്പയർ എന്ന് പറഞ്ഞാൽ ഒരുവിധം വലിയ കറണ്ടാണ് കമ്പാരിറ്റീവ്ലി. മില്ലി ആമ്പയർ 10⁻³ ആമ്പയർ, അതിലും ചെറുതാണ് മൈക്രോ -6, അതിലും ചെറുത് നാനോ 10⁻⁹. അങ്ങനെ മൈക്രോ ആമ്പിയറിലോ നാനോ ആമ്പിയറിലേക്കുള്ള വളരെ ഫീബിളായ ഒരു കറണ്ട് മെഷർ ചെയ്യേണ്ട പർപ്പസിലേക്ക് സാധാരണ പോയിന്റർ ടൈപ്പ് അമ്മീറ്റർ പറ്റില്ല. ഇത് 1 ആമ്പിയറിൻ്റെ ഒരു അമ്മീറ്ററാണ്. എനിക്കൊരു 0.00005 ആമ്പിയർ ഇത് വെച്ച് അളക്കാൻ പറ്റില്ല. ഒരു 0.0005 ആമ്പിയർ ഇതിലേക്ക് കയറ്റി വിട്ടാൽ ഇതിൻ്റെ പോയിന്റർ അവിടെ 0 നിൽക്കും. എന്ന് വെച്ചാൽ കറണ്ട് ഇതിലേക്ക് കയറിയിട്ടില്ല എന്നാണോ? അല്ല, 0.0005 ആമ്പിയർ ഇതിലേക്ക് കയറ്റി വിട്ടു. ഇത് അമ്മീറ്ററാണ്. ഇതിലേക്ക് ഡയറക്റ്റ്ലി കറണ്ട് കയറ്റി വിടാം. ഒരു സർക്യൂട്ടിൽ സീരീസിൽ കൊടുത്തു. ആ സർക്യൂട്ടിൽ ഞാൻ അയക്കാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു കറണ്ട് 0.0005 ആമ്പിയറാണ്. ഇതിലേക്ക് കയറ്റി വിട്ടാൽ വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. യാതൊരു എഫക്റ്റ് ഉണ്ടോ? പോയിന്റർ ആ 0 തന്നെ നിൽക്കും. അപ്പോൾ ഇതിൽ കറണ്ട് പാസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. കറണ്ട് പാസ് ചെയ്തു, പക്ഷെ ഇത് റീഡ് ചെയ്യണില്ല. ഉപകരണം കേടാണ്, അതുകൊണ്ടാണോ? അല്ല. ഉപകരണം കേടല്ല. ഈ ഉപകരണം ഡിഫക്റ്റീവാണ്, അതുകൊണ്ടാണോ? അല്ല. ഉപകരണം പക്കാ പെർഫെക്റ്റ് പുതിയതാണ്, എന്നിട്ട് പോലും ഇത് വർക്ക് ചെയ്യണില്ല. എന്താ വർക്ക് ചെയ്യാത്തത്? ഇതിൽ വർക്ക് ചെയ്ത് ഇതിൻ്റെ പോയിന്റർ അനങ്ങാൻ പറ്റിയ വിധത്തിലുള്ള കറണ്ട് ഇല്ല. ഇതിൻ്റെ പോയിന്റർ ഒന്ന് അനങ്ങി കൊടുക്കണമെങ്കിൽ ഇതിന് ആ 0.0005 എന്ന് പറയുന്നത് ഇയാൾക്ക് ഒട്ടും സെൻസിറ്റീവ് അല്ല. ഇതിൽ 1 ആമ്പിയർ റീഡ് ചെയ്യും, 1/2 ആമ്പിയർ റീഡ് ചെയ്യും, 0.2 ആമ്പിയർ റീഡ് ചെയ്യും, 0.4 ആമ്പിയർ റീഡ് ചെയ്യും, 0.6, 0.8 അതിനിടയ്ക്കുള്ള ഡിവിഷൻസൊക്കെ വാല്യൂസ് കൊണ്ടുവരാം. 0 to 0.2 10 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഡിവിഷൻ 0.02, 0 to 0.2, ഇവിടെ 1 ആണ് ലാസ്റ്റ്. 0 to 0.2 10 വരകളുണ്ട്. അപ്പോൾ 0.2/10 0.02 ആമ്പിയർ. ഓക്കെ, ഇതിൽ കിട്ടും. എങ്ങനെ 0.02 ആമ്പിയർ കിട്ടുന്നത്? 0 നിന്ന് ആദ്യത്തെ ഡിവിഷനിലേക്ക് മാറും. സാധാരണ പോയിന്റ് ടൈപ്പ് അമ്മീറ്ററിൽ ഒരു പോയിന്റ് ഇതാണെങ്കിൽ 0.02 ആമ്പിയർ ഇത് കാണിക്കും. 0 ആമ്പിയർ എന്ന് പറഞ്ഞാൽ 0ൽ നിൽക്കും. 0.02 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 0ൻ്റെ ഇപ്പുറമുള്ള ആ കുഞ്ഞ് വരയുണ്ടല്ലോ, മില്ലിമീറ്റർ മാരിച്ച് സ്കെയിലിൽ, അങ്ങനത്തെ ആദ്യത്തെ വരയിൽ നിൽക്കുകയാണ് ഈ 0.02. രണ്ടാമത്തെ വരയിലാണ് ഈ പോയിന്റർ, ഈ ചുവന്ന ആ റെഡ് പോയിന്റർ നിൽക്കുന്ന സെക്കൻഡ് ലൈനിലാണ് ഈ 0.02 × 2 0.04 ആമ്പിയർ. ഇത് വെച്ച് അളക്കാം. അതിനൊക്കെ ഇത് സെൻസിറ്റീവാണ്. പക്ഷേ 0.02ന് സെൻസിറ്റീവാണ്. പക്ഷേ 0.002 അളക്കണമെങ്കിൽ എന്ത് ചെയ്ത് പറ്റില്ല. 0.002 ഇനി അതിലും ചെറുത് 0.0002 അത് ഇതൊട്ടും പറ്റില്ല. കാരണം അതൊക്കെ ഇതിലേക്ക് കയറ്റി വിടാമെന്ന് മാത്രമേ ഉള്ളൂ, ഇതൊന്നും റീഡ് ചെയ്യില്ല. ക്ലിയർ ആയോ? അപ്പോൾ MCG ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി ആക്യുറേറ്റ്ലി വെരി വീക്ക് കറൻസ്, feeble currents, very minute currents, and working on the principle ചോദിച്ചാൽ ഉടനെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ടോർക്ക് ആക്ടിംഗ് ഓൺ എ കോയിൽ, കറണ്ട് ക്യാരിങ് കോയിൽ, ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിങ് കോയിൽ ഇൻ എ മാഗ്നറ്റിക്. അത്ര പ്രിൻസിപ്പിൾ ഇതാണ് നമ്മൾ അവസാനം കൊണ്ടുവരാൻ പോകുന്ന തിയറി. ഒരു ഇക്വേഷൻ എടുക്കുന്നത് ഇത് തന്നെയാണ്. വർക്കിംഗ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ടോർക്ക് ആക്ടിംഗ് ഓൺ എ റെക്ടാങ്കുലർ കോയിൽ വിച്ച് ഈസ് കറണ്ട് ക്യാരിങ് ഓൾസോ അറേഞ്ച്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്താ MCG എന്ന് പറഞ്ഞു, എന്തായാലും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. പാർട്സ് എന്തൊക്കെയാണ് അതിൻ്റെ പാർട്സ്? പാർട്സ് ഓഫ് ആൻ MCG, മേജർ പാർട്ട് ഇസ് എ പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡ് arranged with the help of a pair of poles which are the 2 poles of a horseshoe magnet which is arranged in a horizontal plane, and in between the poles of that horseshoe magnet there is a setup. എന്താ സെറ്റപ്പ്? for hanging the rectangular coil. ആ സെറ്റപ്പ് എങ്ങനെയാണ്? which comes from the roof T1, ഒരു ടെർമിനൽ, ആ റൂഫിലുള്ള ടെർമിനൽ എന്ന് പറയാം. from the terminal T1 we have a suspension fiber. that suspension fiber of high rigidity, നല്ല റിജിഡാന്ന് പറയുമ്പോൾ ഈ പേന ഞാൻ ഇങ്ങനെ കയ്യിൽ ഇവിടെ ബലം പിടിച്ച് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ പിടിച്ച് പിരിച്ചു കഴിഞ്ഞാൽ പിരിയോ? ഇല്ല. നേരെ മറിച്ച് ഇത് റബ്ബറിൻ്റെ ഒരു സാധനമാണെന്ന് വിചാരിക്കട്ടെ, റബ്ബറിൻ്റെ ഒരു റോഡാണെന്ന് വിചാരിക്കട്ടെ, റബ്ബർ ഇങ്ങനെ മുകളിൽ ക്ലാമ്പ് ചെയ്തിട്ട് ഇവിടെ പിടിച്ച് ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ അങ്ങ് പിരിയില്ലേ? ഒട്ടും റിജിഡിറ്റി ഇല്ല. ഇതൊരു കോപ്പറിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒരു വയറാണെങ്കിൽ മുകളിൽ നന്നായിട്ട് ക്ലാമ്പ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ പിടിച്ച് ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ പിരിയോ? പിരിയും. കോപ്പറൊക്കെ ആണെങ്കിൽ കുറച്ച് റിജിഡിറ്റി കുറവാണ്. ഫോസ്ഫർ ബ്രോൺസിന് നല്ല റിജിഡിറ്റിയാണ്. ഒരു ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ കോപ്പറിൻ്റെ റിജിഡിറ്റി ഒന്നുമില്ല, അതിനേക്കാളൊക്കെ റിജിഡാണ്. റബ്ബർ എന്ന് പറയുമ്പോൾ ഒട്ടും റിജിഡല്ല, അതിനെ പിരിച്ചു കഴിഞ്ഞാൽ ട്വിസ്റ്റ് ആകും. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് റിജിഡിറ്റി മോഡുലസ്.
ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ഷിയർ മോഡുലസ് എന്ന് പറയും. ആ ഷിയർ മോഡുലസ് ഹൈ ആണ്. ഫോസ്ഫർ ബ്രോൺസ് ഫൈബറിൻ്റെ പ്രത്യേകത അതിന് ഷിയർ മോഡുലസ് ഹൈ ആണെന്ന് വെച്ചാൽ പിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് പിരിയാൻ പാടില്ല, അതാണ് പ്രശ്നം. സാധാരണ കറണ്ട് ക്യാരിയർ ആയാൽ പറയുമെന്ന് ചോദിച്ചാൽ ശരിയാ, ഇതിലെ കറണ്ട് കയറ്റി വിടുന്നത് അതല്ലേ ഉള്ളൂ. അപ്പോൾ സെല്ലിൻ്റെ പ്രസ് ചെയ്യുന്നൊരു കറണ്ട് ഈ കീ അടച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി ഇവിടെ എത്തിയിട്ട് കറണ്ടിലേക്ക് കയറിക്കൊള്ളില്ലോ. അങ്ങനെ എല്ലാ കോയിലിൽ കൂടെയും എല്ലാ ചുറ്റുകളിൽ കൂടെയും കറണ്ട് പാസ് ചെയ്ത് സ്പ്രിങ്ങും കണ്ടക്ടറാണ്. എസ് എന്ന് ഞാൻ എഴുതുന്ന സ്പ്രിങ്ങും കണ്ടക്ടറാണ്. അപ്പോൾ അത് കറണ്ട് ക്യാരിയറാണ്. അങ്ങനെ T2 എന്ന ടെർമിനലിലെത്തി എവിടെ സെല്ലിൻ്റെ മൈനസിലെത്തിയ ഫ്ലോ പൂർത്തിയായി. അപ്പോൾ ഇത് കറണ്ട് ക്യാരിങ് കോയിൽ ആക്കിയാൽ പോരെ. അപ്പോൾ ഇത് റിജിഡിറ്റി കൂടിയ അങ്ങനത്തെ ഒരു ഫൈബർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഏറെക്കുറെ ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റൂഫ് ഇമാജിൻ ചെയ്തു, ബേസ് ഇമാജിൻ ചെയ്തു, 2 സൈഡ് ഇമാജിൻ ചെയ്തു, ബാക്ക് സൈഡ് കവർ ചെയ്ത് വെച്ചേക്കാണ്. എല്ലാ സൈഡും കവേർഡാണ്. ഫ്രണ്ട് സൈഡ് ഗ്ലാസിൻ്റെ വിൻഡോ വെച്ചിട്ടും കവർ ചെയ്തു. 6 വശവും എല്ലാം കവേർഡാണ്. പെട്ടിയാണ് ഈ പറയുന്നത്. ആ ഗ്ലാസിൻ്റെ വിൻഡോ തുറക്കാൻ പാടില്ല, നമുക്ക് തുറക്കാൻ പെർമിഷൻ ഇല്ല. എല്ലാം റിപ്പയർ ചെയ്യേണ്ട ആവശ്യം പറയാൻ മാത്രമേ ആ ഗ്ലാസിൻ്റെ വിൻഡോ തുറക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് ആ 2 ലീഡ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ T1 എന്ന് പറഞ്ഞാൽ ഒരു വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ടാവും. T2 എന്നൊരു വയറും ഇങ്ങനെ നമ്മുടെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമുക്കത് കണക്ഷൻ കൂടെ ഉണ്ടാവും. നമ്മൾ കറണ്ട് പാസ് ചെയ്യണോ ഒരു ചെറിയ സെല്ലിൻ്റെ ഒരു ഉപയോഗമുണ്ട്. ഈ വെച്ചിട്ട് ഓൺ ഓഫ് ആക്കാനുള്ള സർക്യൂട്ട് വേണ്ടെന്ന് തോന്നിയാൽ ഓഫ് ആക്കിയിടാം, വേണമെന്ന് തോന്നിയാൽ ഓൺ ആക്കിയിടാം. അത് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇനി കറണ്ട് കൺട്രോൾ ചെയ്യണോ വേണമെങ്കിൽ ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് വെച്ച് കൊടുക്കണമെങ്കിൽ അതും ആവാം. കറണ്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു റിയോസ്റ്റാറ്റിന് വേണ്ടി നോക്കാം. RX എന്നൊന്നുമില്ലല്ലോ. ദിസ് ഇസ് എ കറണ്ട് കൺട്രോളിംഗ് ഡിവൈസ്, RX റിയോസ്റ്റാറ്റ് വേണമെങ്കിൽ അതും പറ്റും. കാരണം അധികം കറണ്ട് വേണ്ടാന്ന് തോന്നി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്യൂട്ട് കറണ്ട് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പാർട്സ്. ഇനി അതിൻ്റെ തിയറി പറയാനൊന്നുമില്ല, സിമ്പിളാണ്. ഇത്രയും പെട്ടെന്ന് Moving coil galvanometer is a device. Moving coil galvanometer is a device. Moving coil galvanometer is a device. Moving coil galvanometer is a device used for measuring. Moving coil galvanometer is a device used for measuring very feeble currents. Used for measuring very feeble currents. Moving coil galvanometer is a device used for measuring very feeble currents. Very feeble currents of the order of microampere or even less than that. Of the order of microampere or even less. Of the order of microampere. Of the order of microampere or even less. Lesser. Or even lesser. Principle of an MCG. Principle of a moving coil galvanometer. MCG in the top. Principle of a MCG. Principle of a moving coil galvanometer. MCG in the top is based on the torque acting on it. Is based on the torque acting on it. Is based on the torque, TORQUE, torque acting on a rectangular coil. Is based on the torque acting on a rectangular coil. Based on the torque acting on a rectangular current carrying coil. Rectangular current carrying coil suspended in a magnetic field. Rectangular current carrying coil suspended in a magnetic field. Rectangular current carrying coil suspended in a magnetic field. In a magnetic field. Suspended in a magnetic field. The whole arrangement, whole WHOLE, the whole arrangement is inside a wall. The whole arrangement is inside a wall. Inside a wall. Inside a wall. Inside a wall. Full stop. T1 is a terminal. Space T1 is a terminal. T1 is a terminal from which the rectangular coil is suspended. T1 is a terminal from which the rectangular coil is suspended. T1 is a terminal from which the rectangular coil is suspended.
T1 is a terminal from which the rectangular coil is suspended. With the help of a phosphor bronze fiber. With the help of a phosphor, PHOSPHUR. അതാണ് സ്പെല്ലിംഗ് തോന്നുന്നു. With the help of a phosphor bronze fiber. Bracketൽ it has high rigidity modulus. With the help of a phosphor bronze fiber. Bracketൽ it has high rigidity modulus. Shear modulus എന്ന് പറയുന്നത് it has high rigidity modulus. Bracket ക്ലോസ് ചെയ്യാം. ഇനി അപ്പോൾ അത് ഹാങ് ചെയ്തിട്ടു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. The other end of the coil അങ്ങനെ തൂക്കിയിട്ടിട്ട് കാര്യമില്ല, അത് വലിച്ചു കെട്ടണമല്ലോ താഴേക്ക്. The other end of the coil, ഈ റെക്ടാംഗിൾ കോയിലിന്റെ മറ്റേ is connected to a spring. The other end of the coil is connected to a spring. The other end of the coil is connected to a spring. അതിങ്ങനെ ഒരു ടെമ്പർ കിട്ടാൻ വേണ്ടിയാണ്, വലിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഇതിലേക്ക് വലിച്ചു കെട്ടിയാൽ ശരിയാവില്ല. അതിനൊരു അതിനിപ്പോൾ അതിൻ്റെ തിയറി പറയുമ്പോൾ മനസ്സിലാവും. Connected to a spring which is in contact with T2, which is in contact with T2, which is in contact with T2. പടങ്ങൾ വരയ്ക്കാൻ അറിയണം കേട്ടോ. Which is in contact with T2, another terminal, which is in contact with T2, another terminal. ഈ പറയുന്നത് there are connecting wires from T1 and T2. There are connecting wires from T1 and T2. There are connecting wires from T1 and T2. T1 നിന്നും T2 നിന്നും പുറത്തേക്ക് കണക്റ്റിംഗ് വയേഴ്സ് വന്നിട്ടുണ്ടാവും. From T1 and T2. Commented with the help of which there are connecting wires from T1 and T2, with the help of which we can make this coil. With the help of which we can make this coil as a current carrying coil. With the help of which we can make this coil as a current carrying coil. As a current carrying coil. As a current carrying coil. എല്ലാ പാർട്സ് ഒക്കെ ആയി കഴിഞ്ഞു. പ്രിൻസിപ്പിൾ അതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് എഴുതിയ പ്രിൻസിപ്പിളായി. ഇപ്പം ഇത് ഉപയോഗിക്കുന്നത് ആണ് തിയറി പാർട്ട്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ MCG എന്താണെന്ന് അത് ഇങ്ങനെ പറയണം. എന്നിട്ട് അതിൻ്റെ പാർട്സ് പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇനി പടം വരയ്ക്കും. പെട്ടെന്ന് ഈ പടം വരച്ചിട്ട് ഒരു സ്കെലിറ്റൺ ഡയഗ്രാണ്. അത് അത്രേ ഉള്ളൂ. 3D ഫോം ഒന്നും അല്ല. അത് 3D ഫോമിലാണ് ഞാൻ അത് ഇമാജിൻ ചെയ്യണം, ആ ഭിത്തി തുറന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അതൊരു ഇമാജിനേഷൻ കിട്ടാനാണ്. ചെറിയൊരു ഡിവൈസ് വെച്ചാൽ അതിന് ഇത്ര സ്പേസ് ഒന്നും വേണ്ട കേട്ടോ. ഒരു കുറച്ച് സ്പേസേ ആവശ്യമുള്ളൂ. പടം നോക്കുകയാണെങ്കിൽ ആ തുറന്ന് എടുക്കണ ഭിത്തിക്കൊക്കെ അത് ഇത്രയും നീളവും വീതി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ നോക്കി ഈ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കി ഇത്രയും വീതി നീളവും ഉണ്ടാവും. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ സംഭവം കണ്ടു കഴിഞ്ഞാൽ. അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു ചെറിയ ഡിവൈസാണ്. അത് കണ്ടമാനം നമ്മൾ ഈ പറയുന്ന മാതിരി കണ്ടമാനം വലിയ ഏരിയ ഒന്നും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയൊരു പോർഷൻ കട്ടൗട്ട് എടുത്തിട്ട് അപ്പോൾ റൂഫ്, ബേസ്, സൈഡ്, ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ്. പടം വരയ്ക്കുന്നത് വലുതാക്കി വരച്ചു. കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് തിയറി എന്നാണ്. കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എഴുതേണ്ടത് തിയറി. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എഴുതി, പാർട്സ് എഴുതി, പടം വരച്ചു, അപ്പം തന്നെ ഒരു 2.5 മാർക്കോളാകും. ഈ തിയറി പാർട്ട് കൂടി ഫില്ലപ്പ് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ പൂർത്തിയായി. ഒരു 4 മാർക്കോളം ആവും. അപ്പോഴും പിന്നെ ഒരു മാർക്ക് ഒരു കാര്യത്തിനും കൂടിയുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. തിയറി ഓഫ് MCG. മൂവിംഗ് കോയിൽ കാലം തിയറിയാണ് പഠിപ്പിക്കാൻ കേട്ടോ.
അവിടെ 2 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും നേരത്തെ പഠിപ്പിച്ച ഇക്വേഷനാണ്. ടോ ഈക്വൽ NIAB. എൻ്റെ പേര് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്നാണ്. കാരണം ഈ പടം നോക്കിയാൽ മനസ്സിലാകും. ഈ ഭാഗത്ത് കറണ്ട് ഫീൽഡിന് പാരലാണ്, നോ ലോറൻസ് ഫോഴ്സ്. താഴെയുള്ള ചുറ്റുകളുടെ ഏത് ഭാഗം എടുത്താലും താഴത്തെ ഭാഗങ്ങളിൽ കറണ്ട് ആൻറ്റി പാരലാണ്, നോ ലോറൻസ് ഫോഴ്സ്. സൈൻ തീറ്റ സൈൻ 0, സൈൻ തീറ്റ സൈൻ 180 വരുന്ന കേസാണ് ഈ മുകൾ ഭാഗങ്ങളും താഴെയുള്ള ഭാഗങ്ങളും. കോയിലിൻ്റെ ഈ ടോപ്പിലുള്ള ഏത് ഭാഗം എടുത്താലും ബോട്ടം സൈഡ് ഏതെടുത്താലും അവിടെ കറണ്ട് ഫീൽഡിന് ഐദർ പാരൽ ഓർ ആൻറ്റി പാരൽ, അവിടെ ലോറൻസ് ഫോഴ്സ് പറയേണ്ടി വരുന്നില്ല. വെർട്ടിക്കൽ സൈഡ് എടുത്താലും ഇവിടുത്തെ കറണ്ട് താഴേക്ക്, ഇവിടുത്തെ കറണ്ട് മുകളിലേക്ക്. അപ്പോൾ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ഒന്നുകൂടി പറയാം, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 4 ഫിംഗർ. ഫ്ലമിങ്ങിൻ്റെ ഇടത് കൈ നിയമം, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ 4 ഫിംഗർ. ഇവിടെ നിന്നിടയ്ക്ക് നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ശരി, അങ്ങനെ പിടിച്ചു. ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഞാൻ ചൂണ്ടി പിടിച്ചു. കറണ്ട് ഈസ് അപ്വേഡ് ഓർ ഡൗൺവേഡ്. ഇങ്ങനെ പിടിച്ചാലും മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നില്ല. ചൂണ്ടുവരൽ ചൂണ്ടിയേക്കണം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ പിടിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ പിടിക്കുന്നത് കറണ്ട് താഴേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കറണ്ട് താഴേക്ക് എന്ന് പറയാനാണ്. ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കറണ്ട് മുകളിലേക്ക് എന്ന് പറയാനാണ് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഭാഗത്തുള്ള ഫോഴ്സ് തമ്പ് IL ക്രോസ് B, ILB സൈൻ തീറ്റ, BIL സൈൻ തീറ്റ, സൈൻ 91, BIL F മാക്സ്. അപ്പോൾ മാക്സിമം ഫോഴ്സ് ഈ സൈഡിൽ ഉണ്ടാകും, പുറത്തേക്ക്. കറണ്ടൊക്കെ താഴേക്കില്ലേ നോക്കും, എല്ലാ ചുറ്റുകളിലും കറണ്ട് താഴേക്കില്ലേ നോക്കും. എവറി ടേൺ ഓഫ് ദി റെക്ടാങ്കുലർ കോയിൽ കറണ്ട് ഇസ് ഡൗൺവേർഡ്. നടുക്കുള്ള വരലാണ് കറണ്ട്. C സെൻട്രൽ ഫിംഗർ, C കറണ്ട്. F 4 ഫിംഗർ, F ഫീൽഡ്. F 4 ഫിംഗർ, F ഫീൽഡ്. C കറണ്ട്, C സെൻട്രൽ ഫിംഗർ. തമ്പ്, the strongest finger of anybody's hand, തമ്പാണ്. ഫോഴ്സ് ഏറ്റവും പവർഫുൾ ആയത് ഈ വരലാണ്, ഫോഴ്സ്. ഞാൻ പറഞ്ഞു, ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ എഫക്റ്റ് പോകുന്ന ഞാൻ പറഞ്ഞതാണ്. അത് ചെക്ക് ചെയ്തോളൂ. പിന്നെ എപ്പോഴും ഇത് മുറിച്ച് പോയാൽ പിന്നെ ബാക്കി വരലുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടാവില്ല. ആരെങ്കിലും കൈ കൊണ്ടുന്ന കാര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഏറ്റവും എല്ലാവരും കൺട്രോൾ ചെയ്യുന്ന ആളാണ്. വീട്ടിലെ അമ്മയാണ് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ അച്ഛൻ ആരെങ്കിലും. അതുമാതിരി ഇയാളാണ് ഈ 4 പേരെ കൺട്രോൾ ചെയ്യുന്നത്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഈ 4 പേര്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ. ഇതാണ് തമ്പ്. അപ്പോൾ ഇതിലെ കറണ്ട് താഴേക്ക്, അപ്പോൾ തമ്പ് പുറത്തേക്ക്. ഇതിലെ കറണ്ടൊക്കെ മുകളിലേക്ക്, അപ്പോൾ തമ്പ് അകത്തേക്ക്. ഒരു ടോർക്ക് ഇവിടേക്ക് ഇങ്ങനെ ഫോഴ്സ്, ഇവിടേക്ക് അങ്ങോട്ട് ഫോഴ്സ്, ഒരു ടേണിങ് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെയാണ് ആ കോയിലെങ്കിൽ ആ കോയിലിൽ ഇവിടെയൊക്കെ ഫോഴ്സ് ഇങ്ങോട്ടും ഇവിടെയൊക്കെ ഫോഴ്സ് അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് ടേണിങ് എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ ടേൺ ചെയ്യും. ടേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? ആരാ ടേൺ ചെയ്യിച്ചത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. എത്ര ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്? നമ്മൾ ഡിറൈവ് ചെയ്ത ഫോർമുല NIAB. N നമ്പർ ഓഫ് ടേൺസ്, I കറണ്ട്, A ഏരിയ ഓഫ് ദ കോയിൽ. ഓരോ ചുറ്റുകൾക്കും ഒരേ വിസ്തീർണം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. ഏരിയ സെയിം ആണ്. ഉള്ളിലേക്ക് കയറ്റിയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ ബോർഡിലാവുമ്പോൾ. പക്ഷെ ഓരോ ചുറ്റുകൾ സ്പ്രിങ് മാതിരി ഒന്നിൻ്റെ മുന്നിലാണ് അടുത്ത ടേൺ വരുന്നത്. എല്ലാ ടേണിനും ഒരേ ഏരിയ ആണ്. A മീറ്റർ സ്ക്വയർ, B ടെസ്ല, I ആംപിയർ, N നമ്പറാണ്, യൂണിറ്റിലാണ് നമ്പർ ഓഫ് ടേൺസ്. ടോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അപ്പോൾ ഈ കോയിലിനെ പിടിച്ച് തിരിക്കുന്ന ടോർക്കാണ് NIAB എന്ന ടോർക്ക്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം തിയറിയിൽ ഒറ്റ ഇക്വേഷൻ എഴുതിയ തിയറി കഴിയും. ഒറ്റ ഇക്വേഷൻ കൊണ്ട് തിയറി അവസാനിപ്പിക്കും. എന്നെന്നോ ഇങ്ങനെ തിരിഞ്ഞ് അല്പം കഴിയുമ്പോഴേക്കും മേ ബി 1/2 ഡിഗ്രി അല്ലെങ്കിൽ 1/4 ഡിഗ്രി അങ്ങേറ്റം പോയാൽ ഈ അവസ്ഥയിൽ നിന്ന് ആ കോയിൽ, ഇതാണ് ആ കോയിലെങ്കിൽ അതൊരു കുറച്ചൊക്കെ തിരിഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടെ നിൽക്കാൻ കാരണം അപ്പോഴേക്കും ഈ സസ്പെൻഷൻ ഫൈബർ ആരാ, ഫോസ്ഫർ ബ്രോൺസ് ഫൈബർ, അതിലൊരു ആൻറ്റി ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആൻറ്റി ടോർക്ക് എന്ന് പറഞ്ഞാൽ എതിർ ദിശയിലുള്ള ടോർക്ക്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലാമ്പ് ചെയ്തിട്ട് ഈ റോഡിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ന്യൂട്ടൺസ് തേർഡിലോ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയാണ് റിസ്റ്റോറിംഗ് ടോർക്ക് വരും. ഞാനിതിനെ പിരിക്കുന്നത് ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇവിടെ ക്ലാമ്പ് ചെയ്ത് പിടിച്ചേക്കണം, നല്ല ക്ലാമ്പിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണം, കയ്യിലൊന്നുമല്ല. പിന്നെ അനങ്ങുന്ന പ്രശ്നമില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ചവണ വെച്ചിട്ട് പിരിക്കാൻ പോകണം. ഒരു പ്ലെയർ വെച്ചിട്ട് ഞാൻ അങ്ങനെ പിരിക്കാൻ പോകും. അപ്പോൾ ആ പിരിവ് ഏറ്റവും കൂടുതൽ താഴെ വരുള്ളൂ. ഇങ്ങോട്ട് കയറുന്നതോറും ആ പിരിവ് കുറഞ്ഞു വരും. ഈ ക്ലാമ്പ് ചെയ്ത അറ്റത്ത് പിരിവ് കാര്യമായിട്ടുണ്ടാവില്ല. ഒരു ചവണ വെച്ചിട്ട് ഞാനിങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നട്ടൊക്കെ ഇങ്ങനെ ഊരി എടുക്കില്ലേ ചവണയൊക്കെ വെച്ചിട്ട്, അതേമാതിരി ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞു ആ ഒരു പിരിയുന്ന എഫക്റ്റ് ആർക്ക് കിട്ടും? ഈ സസ്പെൻഷൻ ഫൈബറിൻ്റെ താഴെയുള്ള ഭാഗത്തിന് കിട്ടും. ഏറ്റവും കൂടുതൽ ആ ഒരു ട്വിസ്റ്റ് വരുന്നത് ഇവിടെ ആയിരിക്കും. ഇത് കയറി വരുന്നതും ഈ ഭാഗത്ത് ഒട്ടും ട്വിസ്റ്റ് ഉണ്ടാവില്ല, കാരണം അത് ക്ലാംപ്ഡ് എൻഡാണ്. ഫോസ്ഫർ ബ്രോൺസ് ഫൈബറിനെ T1 ക്ലാമ്പ് ചെയ്ത് വെച്ചേക്കാണ്.
അപ്പോൾ താഴേക്ക് വന്നിട്ട് ഈ കോയിൽ തുടങ്ങുന്ന ആ ഭാഗത്ത് വരുമ്പോഴായിരിക്കും ഏറ്റവും നല്ല ട്വിസ്റ്റിംഗ് അനുഭവപ്പെടുക. ആ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന റിസ്റ്റോറിംഗ് ടോർക്കാണ് സി തീറ്റ എന്ന് എഴുതിയേക്കുന്നതെങ്കിൽ എന്താണ് സി എന്നും എന്താണ് തീറ്റ എന്ന് ഇനി പറയണം. സി എന്താണ് ഉദ്ദേശിച്ചത്? ഈ സസ്പെൻഷൻ ഫൈബർ ഉണ്ടല്ലോ, ഫോസ്ഫർ ബ്രോൺസിന്റെ ഫൈബർ, ഒരു അലോയ് എന്ന് പറഞ്ഞല്ലോ, ആ ഫോസ്ഫർ ബ്രോൺസ് ഫൈബറിൽ 1 ഡിഗ്രി ട്വിസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ആന്റി ടോർക്കാണ് സി. എന്നിട്ട് പറയാം, സി തീറ്റ എന്നതിൽ സി എന്ന ചിഹ്നം കൊണ്ട് ഉദ്ദേശിച്ചത് 1 ഡിഗ്രി ട്വിസ്റ്റ് ആകുമ്പോൾ ഈ സസ്പെൻഷൻ ഫൈബർ 1 ഡിഗ്രി ട്വിസ്റ്റ് ആകുമ്പോൾ ആ ട്വിസ്റ്റ് ആകുന്ന വയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ആന്റി ടോർക്ക് എന്താണോ അതാണ് സി. അപ്പോൾ തീറ്റ ഡിഗ്രി ട്വിസ്റ്റ് ആകുമ്പോൾ തീറ്റ ഡിഗ്രിക്ക് ഈക്വലന്റ് ആയ ആന്റി ടോർക്ക് വേറെ പേര് റിസ്റ്റോറിംഗ് ടോർക്ക്, ആന്റി ടോർക്ക് എന്ന് എഴുതിയാൽ മതി, ഒരു റിയാക്ഷൻ എന്ന് എഴുതിയാൽ മതി. ഒരു റിസ്റ്റോറിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ടോർക്ക്. ട്വിസ്റ്റിംഗ് ഇങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ടോർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ കോയിൽ ഇങ്ങനെ തിരിയാൻ ശ്രമിക്കുമ്പോൾ ആ സസ്പെൻഷൻ ഫൈബർ അങ്ങനെ പിരിയാൻ ശ്രമിക്കും. കോയിൽ തിരിയാണ്, സസ്പെൻഷൻ ഫൈബർ പിരിയാണ്. കോയിൽ തിരിയാണ്, സസ്പെൻഷൻ ഫൈബർ പിരിയില്ലല്ലോ, അത് കണക്റ്റഡ് അല്ലേ, അതിലേക്ക് ബന്ധിപ്പിച്ചേക്കല്ലേ. കോയിൽ ടിൽറ്റ് ചെയ്യുമ്പോൾ സസ്പെൻഷൻ ഫൈബർ ട്വിസ്റ്റ് ചെയ്യും. 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. കോയിൽ ഈസ് ഗെറ്റിംഗ് ടിൽറ്റഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി. സസ്പെൻഷൻ ഫൈബർ ഓഫ് ദാറ്റ് അലോയ്, ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്ന അലോയ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഫൈബർ ഗെറ്റിംഗ് ട്വിസ്റ്റഡ് ത്രൂ തീറ്റ ഡിഗ്രി. അത് എവിടെയാണെന്ന് പറയണം? അതിൻ്റെ താഴെയുള്ള ഭാഗം. മുകളിലേക്ക് നീങ്ങി ഇവിടെ എത്തുമ്പോൾ അതിന് ആൾമോസ്റ്റ് ട്വിസ്റ്റ് ഇല്ല മുകളിൽ, അത് ക്ലാമ്പ് ചെയ്തേക്കണം. ഏറ്റവും ഒരു നീളമുള്ള റോഡ്. ഞാനിപ്പോൾ ഇവിടെ പിടിച്ച് പിരിക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും പിരിവ് എഫക്റ്റ് ഇവിടെ ആയിരിക്കും, ഈ അറ്റത്ത്. ഇവിടേക്ക് കയറുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും, ആ പിരിയുന്നതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തീറ്റ എന്താണെന്ന് അറിയണം. ഇറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് ടിൽറ്റ് ഓഫ് ദി റെക്ടാങ്കുലർ കോയിൽ, which is same as angle of twist of the suspension fiber corresponding to the bottom. ഇത് പറയാം, theta is the angle of tilt of the rectangular coil. ഈ വച്ചേക്കണ റെക്ടാങ്കുലർ കോയിലിന്റെ ആംഗിൾ ഓഫ് ടിൽറ്റ് ആണത്. ഈ അവസ്ഥയിൽ കറണ്ട് പാസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയാണ്. ഇതിലെ കറണ്ട് കയറ്റി വിടുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് കോയിൽ. കറണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അല്പം തിരിയും, അല്പം മാത്രം, ചെറിയൊരു ആംഗിൾ തിരിയും എന്ന് വിചാരിക്കട്ടെ. ആ ചെറിയൊരു ആംഗിൾ ഓഫ് ടിൽറ്റ് അതാണ് തീറ്റ ഡിഗ്രി. അപ്പൊ സസ്പെൻഡ് ചെയ്ത ഫൈബറിൽ ഡെവലപ്പ് ചെയ്ത ആംഗിൾ ഓഫ് ട്വിസ്റ്റ് അതാണ് തീറ്റ ഡിഗ്രി. സി എന്താണ്? 1 ഡിഗ്രി ട്വിസ്റ്റ് ആകുമ്പോൾ സസ്പെൻഷൻ ഫൈബറിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റിസ്റ്റോറിംഗ് ടോർക്കിന്റെ അളവ് എന്താണോ അതാണ് സി. അപ്പൊ തീറ്റ ഡിഗ്രി ട്വിസ്റ്റ് ആകുമ്പോൾ സസ്പെൻഷൻ ഫൈബർ ഈ കാണിച്ചത് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന റിസ്റ്റോറിംഗ് ടോർക്കിന്റെ അളവാണ് സി തീറ്റ. 1 ഡിഗ്രിക്ക് സി ആണെങ്കിൽ 2 ഡിഗ്രിക്ക് 2C, 3 ഡിഗ്രിക്ക് 3C, 1/2 ഡിഗ്രിക്ക് ഹാഫ് ഇൻറ്റു സി. അപ്പോൾ തീറ്റ ഡിഗ്രിക്ക് തീറ്റ ഇൻറ്റു സി, സി ഇൻറ്റു തീറ്റ. ഇനി നമ്മളിത് ഇക്വേറ്റ് ചെയ്യാൻ പോകും. തിയറി ആണ് കേട്ടോ. NiAbയെ എന്തുകൊണ്ട് സി തീറ്റ ആയിട്ട് ഒരു സമവാക്യം എഴുതി, ഒരു ഇക്വേഷൻ എന്തുകൊണ്ട് എഴുതി എന്ന് ചോദിച്ചാൽ, എപ്പോഴാ ഒരു ടോർക്കും വേറെ ടോർക്കും കൂടി ഈക്വേറ്റ് ചെയ്യുന്നപ്പോഴാണ് ഈക്വൽ ആകുമ്പോഴല്ലേ ഈക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈക്വലാണ്. ആര് ഈക്വലാണ്? ഈ ട്വിസ്റ്റ് ചെയ്യിക്കുന്ന ടോർക്ക് NiAb മുകളിൽ എഴുതിയേക്കുന്നു, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അപ്പം ഡെവലപ്പ് ചെയ്ത ആന്റി ടോർക്ക് താഴെ എഴുതിയേക്കുന്നു, സി തീറ്റ. റെക്ടാങ്കുലർ കോയിൽ തിരിഞ്ഞു തുടങ്ങിയ കറണ്ട് പാസിന് മുന്നേ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കും. ഇവിടെ നോർത്ത് പോളുണ്ട്, ഇവിടെ സൗത്ത് പോളുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ സൈഡാണ് ആ തുരന്ന് എടുത്ത ഭിത്തിയുടെ ബാക്ക് സൈഡ്. നിങ്ങൾ ഇരിക്കുന്ന ഈ സൈഡാണ് ആ വിൻഡോ എന്ന് ഞാൻ പറഞ്ഞു. ഒരു വാളാണെന്ന് വിചാരിച്ചത്. ആ വാളിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യുന്നത്. കറണ്ട് പാസിന് മുമ്പ് ഇങ്ങനെയാണ് കോയിലിരിക്കുന്നത്. കറണ്ട് ഇങ്ങനെ ഈ ലീഡൊക്കെ വെച്ചിട്ട്, കണക്റ്റിംഗ് ലീഡ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ അല്പം അങ്ങ് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നില്ല. ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടേ? വേണ്ടതാണ്. പക്ഷെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നില്ല. വൈ? അപ്പോഴേക്കും ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്ത് ആ റിയാക്റ്റീവ് ടോർക്ക്, ആ റിസ്റ്റോറിംഗ് ടോർക്ക് ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ടിൽറ്റിങ്ങിനെ നിർത്തി. അപ്പോൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കുറച്ചങ്ങോട്ട് 1/2 ഡിഗ്രിയോ 3/4 ഡിഗ്രിയോ അല്ലെങ്കിൽ 1 ഡിഗ്രിയോ ഒക്കെ തിരിഞ്ഞു കഴിയുമ്പോഴേക്കും ആ ടിൽറ്റിംഗ് ഓഫ് ദ റെക്ടാങ്കുലർ കോയിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആകും. വൈ? അപ്പോഴേക്കും ഈ പറയുന്ന റിസ്റ്റോറിംഗ് ടോർക്ക് സസ്പെൻഷൻ ഫൈബറിൽ ഡെവലപ്പ് ചെയ്ത് പൂർത്തിയായിട്ടുണ്ടാകും. തീറ്റ ഡിഗ്രി
ഇതിന്റെ ഈ അറ്റം ട്വിസ്റ്റഡ് ആകുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന റിസ്റ്റോറിംഗ് ടോർക്കിന്റെ അളവിനെയാണ് ഞാൻ സി തീറ്റ എന്ന് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം ആണ് പറയാൻ പോണത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇത് തിരിഞ്ഞിട്ട് നിന്ന അവസ്ഥ, ഇത് തിരിയാൻ തുടങ്ങി ശരിയാണ്, തിരിഞ്ഞിട്ട് നിന്ന അവസ്ഥ, അതാണ് ഇക്വിലിബ്രിയം. ആ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് എഴുതിയത്. സോ ഈ ഇക്വേഷൻ മീനിങ് എന്താ? when the deflecting torque NIAB is equal but opposite to the restoring torque C theta, we are able to write down an equation. When the deflecting torque NIAB is cancelling, അങ്ങനെ പറയാം, അതും ശരിയാണ്. When this torque NIAB is cancelling with another torque C theta, there is a meaning of this equation. തുടക്കത്തിൽ അതിന് മീനിങ് ഇല്ല, തിരിയാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ സസ്പെൻഷൻ ഫൈബറിൻ്റെ ഈ താഴെയുള്ള ഭാഗം ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ, അപ്പം മീനിങ് ഇല്ല. പക്ഷെ അതിന് പരമാവധി ആ കോയിലിന് ആ ടിൽറ്റിങ് പരമാവധി എത്ര ഡിഗ്രി ഉണ്ടോ അത്ര ആയി കഴിയുമ്പോഴേ ഇക്വേഷൻ മീനിങ്. അപ്പോൾ ആരും കൂടി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി ക്യാൻസലായി. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ റിസ്റ്റോറിംഗ് ടോർക്ക് ക്യാൻസലായി. ഇത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഇത് റിസ്റ്റോറിംഗ് ടോർക്ക്. ഇതെവിടെ ഡെവലപ്പ് ചെയ്തു? സസ്പെൻഷൻ ഫൈബറിൽ. ഇതെവിടെ ഡെവലപ്പ് ചെയ്തു? റെക്ടാങ്കുലർ കോയിലിൽ. ഇതെല്ലാം കണക്റ്റഡ് അല്ലേ? ഈ റെക്ടാങ്കുലർ കോയിലിന്റെ ഈ മുകൾ ഭാഗം ഇവിടെ നിന്നല്ലേ വന്നേക്കണേ. അപ്പൊ ഇവിടെ ഇയാള് ടിൽറ്റ് ചെയ്യും, ഇയാളുടെ ഈ ബേസ് എല്ലാ ഭാഗവും, ഈ ബേസ് ആണ് പറയേണ്ടത്, ബേസ് ട്വിസ്റ്റഡ് ആകും. ഇക്വിലിബ്രിയം കണ്ടീഷൻ ആകുമ്പോ എന്ന് പറയണം ഫോർ ഇക്വിലിബ്രിയം ഓഫ് ദ കോയിൽ എന്ന് എഴുതിയിട്ട് നമ്മൾ ഈക്വേഷൻ. അപ്പൊ അത് നമ്മൾ ഇത് എഴുതി വയ്ക്കും. എന്നിട്ട് പറയും ആഫ്റ്റർ സർട്ടൻ എമൗണ്ട് ഓഫ് ടിൽറ്റിംഗ്, സർട്ടൻ ഡിഗ്രി ഓഫ് ടിൽറ്റിംഗ്, ആ ടിൽറ്റിംഗ് അവിടെ നിൽക്കും. വൈ? ദ റിസ്റ്റോറിംഗ് ടോർക്ക് വിൽ ക്യാൻസൽ ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഡേറ്റ് വന്നു. അപ്പൊ എനിക്ക് കറണ്ടിന്റെ ഇക്വേഷൻ, കറണ്ട് അളക്കുന്ന ഉപകരണമാണോ, അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ അവിടെ ഉണ്ടാക്കണ്ടേ. കറണ്ട് അളക്കുന്ന ഉപകരണമാണല്ലോ മൂവിംഗ് കോയിൽ കാലോമീറ്റർ. I is equal to C theta divided by N A B equal to K theta, where K equal to C by NAB. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. K equal to C by NAB. ഈ K എന്ന് പറയുന്നത് കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആണ്. സി എന്ന് പറയുന്നത് എന്താ? ഒരു ഡിഗ്രി ട്വിസ്റ്റ് വരുമ്പോൾ ആ സസ്പെൻഷൻ ഫൈബറിൽ ഡെവലപ്പ് ചെയ്ത ആന്റി ടോർക്കിന്റെ വിലയാണ് സി. അത് ഫോസ്ഫർ ബ്രോൺസ് ഫൈബറിന് ഒരു സ്ഥിരസംഖ്യയാണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. വേറെ മെറ്റീരിയൽ വേറെയാണ് സംബന്ധിച്ചു. ഒരു പ്രത്യേക ടൈപ്പ് സസ്പെൻഷൻ ഫൈബർ എടുത്താൽ ആ സസ്പെൻഷൻ ഫൈബറിന്റെ സി എന്നത് അതിന് ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു സെറ്റപ്പിൽ ഒരു ഫൈബറിലേ ഉള്ളൂ. അത് ഒരു മൂവിംഗ് കോയിൽ കാലോമീറ്റർ സെറ്റപ്പ്, വാളിനകത്ത് സെറ്റപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഫൈബർ ഒരു പ്രത്യേക ഫൈബർ ആണല്ലോ, അതിന്റെ സി ഒരു കോൺസ്റ്റന്റ് ആണ്. തീറ്റ അവിടെ നിൽക്കട്ടെ. നമ്പർ ഓഫ് ടേൺസ് ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്പർ 50 ചുറ്റോട് വരെയൊക്കെ വരാമെന്ന്. 60 ആകാം. വേറെ MCG അവിടെ ഉണ്ടെങ്കിൽ ആ ഭിത്തിയിൽ വേറെ MCG ഉണ്ടെങ്കിൽ ഇപ്പോൾ 100 ടേൺസ് ഉണ്ടാകാം. ഒരു പ്രത്യേക MCGക്ക് നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റന്റ് ആണ്. ഏരിയ ഓഫ് ദ കോയിൽ, പ്രത്യേക കോയിലിന്റെ ഏരിയ, നീളം ഇൻറ്റു വീതി മൾട്ടിപ്പിൾ ആയാലോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് ദ കോയിൽ തിയറിയിൽ അതായിരുന്നു അല്ലെ, L ഇൻറ്റു B ആണ്. ആ L ഇൻറ്റു B ആണ് ഞാൻ ഏന്ന് വിളിച്ചത്. അപ്പൊ ഏരിയ ഓഫ് ദ കോയിൽ കോൺസ്റ്റന്റ് ആണല്ലോ, നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റന്റ് ആണ്. ബി ഇതൊരു ഹോഴ്ഷൂ മാഗ്നറ്റ് ആണല്ലോ, നോർത്ത് പോൾ ടു സൗത്ത് പോൾ പറയാവുന്ന ഫീൽഡ്. അവിടെ വെച്ചേക്കണ MCG ഈ വാളിൽ സെറ്റ് ചെയ്തേക്കണ MCG രണ്ടാണ്. അപ്പൊ ഇതിന്റെ C by NAB എന്ന കോൺസ്റ്റന്റ് അതിന്റെ C by NAB എന്ന കോൺസ്റ്റന്റ് ആവണമെന്നില്ല. For a given MCG, number of turns is a constant. For a given MCG, there is a particular suspension fiber. It has a certain value for a C theta C ആണ് പറയുന്നത്. Restoring torque per unit angle of twist, അതാണ് C. ഒരു പ്രത്യേക ഫൈബറിന് ആ സിക്ക് ഒരു പ്രത്യേക വില ഉണ്ടാകും. നമ്പർ ഓഫ് ടേൺസ് ഒരു കോൺസ്റ്റന്റ്, ഏരിയ ഓഫ് ദ കോയിൽ കോൺസ്റ്റന്റ്, given MCG. B, field intensity of the horseshoe magnet is a constant. അപ്പോൾ ഒരു സെറ്റപ്പിന്, ഒരു പ്രത്യേക സെറ്റപ്പ് ഒരു വാളിൽ നമ്മൾ പറഞ്ഞു, ആ ഒരു പ്രത്യേക സെറ്റപ്പിന് C by NAB അപ്പാടെ ഒരു കോൺസ്റ്റന്റ് ആണ്. തീറ്റ വേരിയബിൾ ആണ്. അപ്പോൾ I പ്രപ്പോർഷണൽ ടു തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഉള്ളിലേക്ക് മാറ്റി എഴുതിട്ട് തിയറി ഓഫ് MCG I പ്രപ്പോർഷണൽ ടു തീറ്റ, ഇതാണ് തിയറി. ബാക്കി എല്ലാ പ്രപ്പോർഷണാലി കോൺസ്റ്റന്റ് K എന്ന് എഴുതി നോക്കും. ഇതിൽ ഐക്ക് ഫോർമുല ഉണ്ടാക്കി C theta by NAB. C by NAB is a constant. അത് അപ്പാടെ ഞാൻ C by NAB K എന്ന് വിളിച്ചു. അങ്ങനെയാണ് K theta എന്നാക്കിയത്. വാട്ട് ഇസ് K എന്ന് എഴുതണം? K equals C by NAB, which is a constant for a given moving coil galvanometer, because for a given moving coil galvanometer C is a constant for the suspension fiber, number of turns constant, area of the coil constant, field intensity of the horseshoe magnet is a constant. വേറെ MCG ക്ക് പറയുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം, ആവട്ടെ. വേറെ MCG അല്ലേ, വേറെ MCG അല്ലേ. ഈ MCGക്ക് ഈ പറയുന്ന എല്ലാം കൂടി അടുക്കി പറക്കി എടുത്താൽ C by NAB ക്ക് ഒരു വിലയുണ്ട്. ആ വേറെ മൂവിംഗ് കോയിൽ കാലോമീറ്റർ അതേ
ലാബിൽ അതേ മുറിയിൽ വേറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. യു വിൽ ഡു എക്സ്പെരിമെൻറ്റ് ഹിയർ, യു വിൽ ഡു എക്സ്പെരിമെൻറ്റ് ദർ. അപ്പോൾ ഒരു വലിയ ഹാളിലൊക്കെ ആണെങ്കിൽ 4 or 5 ഒക്കെ ഉണ്ട്. നിങ്ങളിത് ചെയ്യും ഈ എക്സ്പെരിമെൻറ്റ്. നോട്ട് ഇൻ +2 ക്ലാസ്സസ്, നോട്ട് ഇൻ ഡിഗ്രി ക്ലാസ്സസ്. ഈവൻ ദോ യു ലേൺ BTech or BSc, you will not do MCG experiment in a lab. But if you study for a PG course, നിങ്ങളിത് ചെയ്യും, ലാബിൽ പോയി ചെയ്യും. ഭയങ്കര കോസ്റ്റ്ലി ഡിവൈസാണ്, ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര കോസ്റ്റ്ലി ഡിവൈസാണ്. ഒരു ഉപകരണം സെറ്റപ്പ് ചെയ്യാനായിട്ട് ഈ ഹോൾഷു മാഗ്നറ്റും കോയിലും ഈ സെറ്റപ്പ് എല്ലാം കൂടി ഒരു അറൗണ്ട് 20,000 പണ്ട് ചിലവ് വന്നിരുന്നതാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ, അത്രയും ഒരു കോളേജിന് ചിലവുണ്ടെന്നാണ് പറയുന്നത് സെറ്റപ്പ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ വിൻഡോ തുറക്കാനൊന്നും സമ്മതിക്കില്ല. അതൊക്കെ ലോക്ക് ചെയ്തിട്ടൊക്കെ അറിയാം. അടച്ചു വെച്ചാൽ ഫ്രണ്ടിലെ വിൻഡോ ഒക്കെ ലോക്ക്ഡായിരിക്കും. നമുക്ക് അല്ലെങ്കിൽ ആ ഒരു വിൻഡോ അല്ല തുറക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും ആൾക്കാർ. എന്നിട്ട് ഒന്നുള്ളിൽ കൈയൊക്കെ ഇട്ട് എന്താണ് ആ മാഗ്നറ്റൊക്കെ ഒന്ന് തപ്പാനൊക്കെ ഉള്ള ഒരു സാധ്യത വരും. അത് ഉടനെ ഡാമേജ്. അതായത് ലോക്ക് ആൻഡ് കീ ഒക്കെ നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ മതി. സാധനം ആ ചില്ലി കൂടി കാണാം, ആ മാഗ്നറ്റ് കാണാം, കോയിൽ തൂക്കി കിടക്കണ കാണാം, ആ റൂഫിൽ നിന്നുള്ള ടെർമിനൽ കാണാം, സസ്പെൻഷൻ ഫൈബർ കാണാം. ഇനി ഇത് വരയ്ക്കാത്തൊരു കാര്യം കൂടി വരച്ചു വെക്കണം. അത് ഇനിയിപ്പോൾ അടുത്ത പാർട്ടിന് വേണ്ടി വരും. നമ്മൾ ഈ നിങ്ങളുടെയൊക്കെ ഈ എന്താണ് പെൻസിലും പേനയൊക്കെ ഇടുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൻ്റെ അകത്ത് എല്ലാവരുടെയും ഉണ്ടാവണമെന്നില്ല കേട്ടോ, ചിലരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾ കാണാണ്ട് നോക്കിയേക്കണേ അല്ല, നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് നോക്കിയേക്കണേ അല്ല. പക്ഷേ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ, കഴിഞ്ഞ വർഷമൊക്കെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ പോക്കറ്റിലുണ്ടാവും വട്ടത്തിലൊരു കണ്ണാടിയുണ്ട്. ക്ലാസ്സിന് പുറത്തൊക്കെ വേണ്ട അല്ലേ, അമിത്ഷാ പറഞ്ഞിട്ടുണ്ടാവാറില്ല പോക്കറ്റില്ല ഇല്ലൊക്കെ വേണ്ട. എന്താ ഈ മാസ്ക് വെച്ചേക്കണത് ശരിയാണോ അതൊക്കെ അറിയാൻ ഒരു ഒരു പോക്കറ്റിൽ ഇട്ട് കൊടുക്കാവുന്ന ഇങ്ങനെ വട്ടത്തിലുള്ളൊരു കണ്ണാടി. വട്ടത്തിൽ വേണമെന്നില്ല, ചതുരത്തിലായാലും മതി. വട്ടത്തിൽ ആണെങ്കിൽ നല്ലത്, അതിന് പ്രത്യേകത. റൗണ്ടായ ഒരു പ്ലെയിൻ മിറർ, ഒരു വട്ടത്തിലുള്ളൊരു പ്ലെയിൻ മിറർ അവിടെ ഒട്ടിച്ചു വയ്ക്കും. ഏതും ഒട്ടിച്ചു വയ്ക്കും, ആ സസ്പെൻഷൻ ഫൈബറിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു വയ്ക്കും. അത് ഞാൻ പറഞ്ഞു, ഈ താഴെയുള്ള ഭാഗത്തിൻ്റെ സിഗ്നിഫിക്കൻസ് അവിടുത്തെ ആംഗിൾ ഓഫ് ട്വിസ്റ്റാണ് തീറ്റാന്ന് എടുക്കാൻ പോകുന്നത് തിയറി. അല്ലാണ്ട് ഇടയ്ക്കുള്ള ഭാഗത്തെയോ ടോപ്പ് സൈഡിലോ ഒന്നുമല്ല. ആ സസ്പെൻഷൻ വയറിൻ്റെ താഴത്തെ ഭാഗത്ത് എത്ര ട്വിസ്റ്റ് ഉണ്ടാവുമോ അതാണ് തീറ്റാന്ന് തിയറിയിൽ പറയാൻ. അവിടെ തന്നെ ഒട്ടിച്ചു വെക്കണം പ്ലെയിൻ മിറർ. അതിന് ഉപയോഗമുണ്ട്. ഇനി അതിലേക്ക് വരുന്നത് കംപ്ലീറ്റ്. അപ്പോൾ തിയറി ഓഫ് MCG എന്ന് ഹെഡിങ് ഇവിടെ വരെ കംപ്ലീറ്റ് ആണ്. തിയറി ഓഫ് MCG, തിയറി ഓഫ് MCG. Tau equal to NIAB, tau equal to NIAB is tau equal to NIAB is the deflecting torque. Is the deflecting torque. Tau equal to NIAB is the deflecting torque. Deflecting torque developed due to deflecting torque developed due to the passage of current. Is the deflecting torque developed due to the passage of current. Is the deflecting torque developed due to the passage of current. Passage of current in the coil. Passage of current in the coil. In the coil. C theta is the restoring torque. C theta is the restoring torque. Is the restoring torque developed on the suspension fiber. C theta എന്ന് പറയുന്നത് is the restoring torque developed on the suspension fiber. ബ്രാക്കറ്റിൽ എഴുതണം. C represent. ഈ C കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് പറയണമല്ലോ, അല്ലെങ്കിൽ അത് വായിക്കാൻ മനസ്സിലാവും. C represent the restoring torque. C represent the restoring torque for unit angle of twist. C represent the restoring torque for unit എന്ന് വെച്ചാൽ 1 degree unit angle of twist. C represent the restoring torque for unit angle of twist. Angle of twist of the suspension fiber. Of the suspension fiber. Of the suspension fiber. Of the suspension fiber. അപ്പോൾ തീറ്റ എന്താന്ന് പറയണം. തീറ്റ represent the angle of twist. Angle of twist
of the suspension fiber. Theta represent the angle of twist, TWIST, angle of twist of the suspension fiber. Commutator same as in the angle of tilt, ALT, same as the angle of tilt of the rectangular coil. Same as the angle of tilt of the rectangular coil. Here is an answer equation. For the equilibrium of the coil, these two torques are equal and opposite. For the equilibrium of the coil, these two TWO, these two torques, TORQUE, torque, plural item. For equilibrium of the coil, these two torques are equal and opposite. These two torques are equal and opposite. Therefore, NIAB equal to C theta. Third theory, I equal to C theta by NAB equal to K theta, where K equal to C by NAB. Where K equal to C by NAB is a constant for a given MCG. Is a constant for a given MCG known as galvanometer constant. ഇനി ഒരു ഹെഡിങ് എഴുതി വെച്ചോളൂ, മെഷർമെന്റ് ഓഫ് തീറ്റ എന്നൊരു ഹെഡിങ് എഴുതിക്കോളൂ. അടുത്ത വീഡിയോയിലേക്ക് ആക്കാം. സമയത്തായി മെഷർമെന്റ് ഓഫ് തീറ്റ അത് കഴിഞ്ഞാലേ ആ ടോപ്പിക് പൂർത്തിയാവും. കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആംഗിൾ വേണമല്ലോ. സമയമായിട്ടുണ്ടാവും.